ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഒരു ക്യാപ്പച്ചിനോ കോഫി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്പച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെസ്കഫെ ഗോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗൾ എടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ആ മഗ്ഗിലോട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ നമ്മൾ ഇട്ടേക്കുന്ന ആ കോഫി പൗഡറിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുക. ഞാൻ താഴെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഞാനൊരു നല്ല സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടിന്യൂസ്ലി നിങ്ങളൊരു 2 to 3 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റായിട്ട് കളർ ചേഞ്ചും അത് നല്ലോണം ഇത്തിരി ലിക്വിഡി ഫോമിൽ വരുന്നതായിട്ട്. പക്ഷെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ആ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫ്ലോത്തി ആയിട്ടൊരു വിപ്പിംഗ് ക്രീം എല്ലാം നമ്മൾ ബ്ലെൻഡറിൽ അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് മഗ്ഗിൽ അടിക്കുന്നതിനേക്കാളും കൂടുതൽ സൗകര്യം ബൗളിലാണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം അടിച്ചിട്ട് നിങ്ങൾ ഇത് സ്പൂണിൽ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് എത്രത്തോളം ക്രീമി ആയിട്ടുണ്ടെന്ന്. നല്ലോണം ക്രീമി ആകുമ്പോൾ ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും ഇത്തിരി കൂടെ വെള്ളം വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ അധികമല്ല, ലേശം. ഞാനിവിടെ താഴെ ഞാൻ ആഡ് ചെയ്ത വെള്ളത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഒരു പൊടിക്ക് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് പാല് ചൂടാക്കാൻ വെക്കുകയാണ്. ഞാനത് നല്ലോണം ബോയിൽ ചെയ്തെടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലോത്തി ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പാലും തിളച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ വേറൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിലോട്ട് ആവശ്യത്തിന് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ നെസ്സിൻ്റെ പൗഡറിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു നെസ്കഫേൻ്റെ ഒരു മഗ്ഗിലോട്ടാണിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അത്യാവശ്യം ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ച പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലോണം നല്ല ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ചും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ കടയിൽ കുടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മുകളിൽ ആ ഫ്ലോത്തിനെസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇട്ടതിന് കുറച്ച് ലേശം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുമായിട്ടൊന്ന് ലയിപ്പിക്കുന്നതാണ്. മെയിൻ ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.